സുൽത്താനുൽ ഉലമ ആരാ പേരിട്ടത്? അത് വേറെ ആക്കി കിട്ടൂലട്ടോ. സബാഹ് ഫായി പറയട്ടെ. لقبا مباركا لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ سلطان العلماء، وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى لتبليغ سنة رسول الله عليه الصلاة والسلام. سبحان الله. സുൽത്താനുൽ ഉലമ എന്ന പേരിന് ഏറ്റവും കൂടുതൽ അർഹനാണെന്ന സർട്ടിഫിക്കറ്റ് റിഫായി ശൈഖിന്റെ പേരക്കുട്ടിയാണ് നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ടാണ് ഇവര് AP ഉസ്താദിനെ ഖമറുൽ ഉസ്താദിനെ പാഠം പഠിപ്പിക്കുമെന്ന് തീരുമാനിച്ചത്. സക്കരിയ സലായി നമ്മൾ തിരികെ വിവാദം ഉണ്ടാകുമ്പോൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുക്കൂട്ട് മുന്നണി എല്ലാവരും കൂടി ചേർന്ന്. അപ്പൊ ഞാൻ പറയുന്നത് സുൽത്താനുൽ ഉലമ എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ. ആര് പേരിട്ടിട്ടാ പറ്റി വിളിച്ചിനി? ഇത് ഒരുപാട് കാലം കഴിഞ്ഞ കൊല്ലം വരെ വിളിച്ചു പറഞ്ഞാണല്ലോ സുൽത്താനുൽ ഉലമ. ആര് പേരിട്ടിട്ട് ഇനി? അല്ലാതെ ഒന്നും അടിസ്ഥാനമില്ലാതെ വിളിച്ചതാണോ? അല്ലാതെ ആര് പറഞ്ഞിട്ട് അജുവന്റെ ശേഖൊക്കെ വിളിച്ചിരുന്നല്ലോ, നിങ്ങൾ സർവ്വം വിളിച്ചിരുന്നല്ലോ. എന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതാണ് കൂട്ടിയാൽ മതി കേട്ടോ. പേരിട്ട് നോക്കിയിട്ടില്ലല്ലോ എത്ര കാലം പറഞ്ഞത് നിന്റെ അല്ലേ? ഞങ്ങളാണ് യഥാർത്ഥ അനുയായികള് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാലം നടന്നല്ലോ. അന്ന് ആരെയും പേരിട്ടില്ലേ? ആര് പേരിട്ടിട്ട എന്റെ കുട്ടിയെ വിളിച്ചറിഞ്ഞില്ലേ? എത്ര ക്ലിപ്പുമാരുണ്ട്? ഒന്ന് മാത്രമേ കിടക്കട്ടെ. പിന്നെ എല്ലാവരും നമ്മളിപ്പോ കൂടുതൽ ചർച്ചയ്ക്ക് വരാത്ത എന്താ വെച്ചാല് ക്ലിപ്പും കാര്യമില്ലായിട്ടൊന്നും അല്ലട്ടോ. നമ്മളെ ആ പിരിവ്, നമ്മളെ പ്രവർത്തകന്റെ ആ പിരിവിന്റെ വിഷയത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും കൊണ്ട് കഴിയണമാതിരി എല്ലാവരും ചെയ്യണം. പരമാവധി നമുക്ക് വിജയിപ്പിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എല്ലാവരും വലിയ ഭാഗവാക്കാവണം. അതുകൊണ്ട് നമ്മളിപ്പോ എല്ലാ ചർച്ചയ്ക്കും കാര്യം ക്ലിപ്പില്ലായിട്ടൊന്നല്ല, ഇപ്പൊ റെഡി അവിടെ ഉണ്ട്. എന്നാലും വർക്കത്തിന് ഇപ്പൊ ആരും ഇങ്ങനെ വെറുതെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് മുഖ്യം നമ്മളെ ആ പിരിവാണ്, അത് വിജയിക്കണം, അതിനെല്ലാവരും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വിടുമ്പം ഇത് പൊതുജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഓനെപ്പോലത്തെ ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കണം. നമുക്കിപ്പോ ഇങ്ങനെ ഗ്രൂപ്പിൽ ക്ലിപ്പ് ഉണ്ടാക്കി വിടണ പണിയേ ഉള്ളൂ. പക്ഷെ അത് ഈ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങും. പക്ഷെ അത് പൊതുജനങ്ങളിലേക്കും ഒരുപാട് ആളുകൾ ഇന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും ബന്ധപ്പെടലുണ്ട്. അപ്പൊ അതിന്റെ പിന്നിലൊക്കെ ഉള്ളതാരാ? ആ പ്രവർത്തകനെ പോലത്തെ ആളുകളല്ലേ, അല്ല നമ്മളെ കഴിവല്ല. നമുക്കിപ്പോ ഇത് ഉണ്ടാക്കി ഗ്രൂപ്പിൽ ഇങ്ങനെ പറയാം എന്നാ കഴിഞ്ഞു. പക്ഷെ അത് ആ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങും, ഇതിലുള്ള ആളുകളിലേക്ക് മാത്രം ഒതുങ്ങും. നേരെ മറിച്ച് പുറത്തുനിന്ന് നമ്മളെ ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മോട് പറയുന്നുണ്ട്, ഭയങ്കര ഉപകാരമാണ് നിങ്ങളെ റിപ്പോർട്ട് കാര്യം കൊണ്ട്. പക്ഷെ നമ്മളല്ല അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കണത് നേരത്തെ പറഞ്ഞ പോലെ ആരെ പോലത്തെ ആളുകളാ. ഓരാണിത് എഡിറ്റ് ചെയ്ത് വിഷയങ്ങളെല്ലാം കറക്റ്റാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓൽക്കാണ് നമ്മളെ കാട്ടി മഹത്വം. അതെല്ലാവരും മനസ്സിലാക്കി അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വ്യക്തി. അപ്പൊ നമ്മളെല്ലാവരും ഇന്റെ വോയിസ് ആരൊക്കെ കേൾക്കുന്നുണ്ടോ, ഈ വീഡിയോസ് ആരൊക്കെ നമ്മളെ ക്ലിപ്പും കാര്യങ്ങളും ആരൊക്കെ കാണുന്നുണ്ടോ, എവിടെയെല്ലാം ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ആരായാലും എവിടെയായാലും നമ്മളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. ക്ലിപ്പും കാര്യങ്ങളും മറുപടികളൊക്കെ ഇങ്ങനെ വരും, അത് നിർത്തില്ല. നമുക്ക് അതന്നെ പണി. പക്ഷെ നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് നേരത്തെ പറഞ്ഞ പോലെ, ഓരെ നമ്മളും സഹായിക്കണം. അതിനെല്ലാവരും മുൻകൈ എടുക്കണം. കൊണ്ട് AP ഉസ്താദിന് വലിയ സ്ഥാനം കിട്ടാനേ സാധ്യതയുള്ളൂ ഇവരെ എതിർക്കുന്നതിനനുസരിച്ച്. അതുകൊണ്ടല്ലേ നമ്മൾ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.